ഹലോ അസ്സലാമു അലൈക്കും. അപ്പോൾ ഐസൽ മാക്സിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഒരു ചെറിയൊരു കാര്യം പറയാൻ വേണ്ടിയിട്ട് വന്നതാണ്. ഒരുപാട് പ്രാവശ്യമായിട്ട് പറയുന്നുണ്ട് കോള് ചെയ്യരുത്. നിങ്ങൾ ഓർഡർ ചെയ്യുന്നുണ്ട്, സാധനങ്ങൾ ഓർഡർ ചെയ്യുന്നുണ്ട്. പക്ഷേ ഈ രണ്ട് കോളും മെസ്സേജും ഒക്കെ വരുന്ന ഫോണ് ഹാങ്ങായി നിൽക്കണം. ഒരുപാട് വീഡിയോസൊക്കെ ഇപ്പോൾ ഡിലീറ്റ് ചെയ്തിട്ടാണ് നമുക്ക് വീഡിയോസ് എടുക്കാനും ഇതിനൊക്കെ പറ്റുന്നത്. പക്ഷേ ഈ വാട്സപ്പിലും സാധാ കോളും രണ്ടും വരുന്നുണ്ട്. പിന്നെ ഞങ്ങൾ 3 ഫോൺ ഈ ഒരു സെയിം വാട്സപ്പ് 3 ഫോണിലാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ അത് കാരണം ഈ ഒരു ഫോണിലേക്ക് അടിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഈ 3 ഫോൺ റിങ് ചെയ്യും. അത് 3 ആളെടുത്താണ്. പക്ഷേ അതുകൊണ്ട് അവർക്കും ബുദ്ധിമുട്ടാണ് പറയുന്നുണ്ട്. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ നിങ്ങളെ ഓർഡർ എടുത്തിട്ട് നമുക്ക് ഓർഡർ എടുത്തുകൊണ്ട് പെട്ടെന്ന് അത് പാക്ക് ചെയ്ത് അയക്കണം എന്നുള്ളതിലാണ് നമ്മൾ നിങ്ങളോട് പറയുന്നത്. പക്ഷേ കോള് വരുന്ന സമയത്ത് നമ്മളത് കട്ടാക്കുകയാണ്. എന്നാൽ വാട്സപ്പ് നോക്കാമല്ലോ വിചാരിച്ചിട്ട് വാട്സപ്പ് നോക്കുമ്പോഴത്തേന് വീണ്ടും അടിച്ചുകൊണ്ടിരിക്കുന്നത് വലിയ ദേഷ്യം തീർക്കണ മാതിരി അടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഫോണും മെസ്സേജ് നോക്കാൻ തന്നെ പറ്റണില്ല, വാട്സപ്പ് തുറക്കാൻ പറ്റണില്ല. അപ്പോൾ നമ്മൾ ഓൺലൈനിൽ കാണുമ്പോൾ വാട്സപ്പ് കോള് വേറെ. അപ്പോൾ നമ്മൾ ഓൾറെഡി ഒരു കസ്റ്റമറെ ഓർഡർ എടുത്തുകൊണ്ടിരിക്കുന്ന സമയത്താണ് നിങ്ങളിങ്ങനെ കോൾ ചെയ്യുമ്പോൾ നമുക്ക് ഒരു വോയിസ് അയക്കാനോ അതുപോലത്തെ ഓരോ മെസ്സേജ് നോക്കാനോ ഒന്നും പറ്റണില്ല. പിന്നെ നിങ്ങൾ പറയുന്ന റിപ്ലൈ കിട്ടണില്ല. നമ്മൾ എന്താ ചെയ്യുക എന്നുള്ളത് അറിയില്ല. അപ്പോൾ നിങ്ങൾക്ക് സാധനം ഓർഡർ ചെയ്യാനാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, ദയവ് ചെയ്ത് ഈ ഇന്നും കൂടി ചിലപ്പോൾ പോസ്റ്റ് അയച്ചാൽ ശനിയാഴ്ച കിട്ടുള്ളൂ. ബാക്കിയൊക്കെ പിന്നെ DTDC ആയിട്ട് അയക്കേണ്ടി വരും. അപ്പോൾ അതുകൊണ്ട് ദയവ് ചെയ്ത് നിങ്ങൾ കോൾ വാട്സപ്പ് കോളും സാധാ കോളും ചെയ്യാതിരിക്കുക. ഓർഡർ എടുക്കാൻ വേണ്ടിയിട്ടാണ്. നിങ്ങൾക്ക് സാധനം നിങ്ങൾ തന്നെ പറയണത്, നിങ്ങൾ ഓർഡർ ചെയ്തിട്ട് എന്താ കാര്യങ്ങളും മെസ്സേജ് നോക്കണില്ല, മെസ്സേജ് നോക്കാൻ വാട്സപ്പ് തുറക്കാൻ കഴിയണില്ല. അതുകൊണ്ടാണ് പറയണത്. അപ്പോൾ 60 സൈസും ഇതൊക്കെ വീഡിയോ നമുക്കിത് ഓർഡർ പെൻഡിങ്ങിലായിക്കാണ്ട് പിന്നെയും വീഡിയോ ചെയ്യാൻ പറ്റണില്ല. അപ്പോൾ അതുകൊണ്ടാണ് പിന്നെയും ഇതാക്കുന്നത്. നേരെ മറിച്ച് നിങ്ങൾ വാട്സപ്പ് കോൾ മെസ്സേജ് ആണെന്നുണ്ടെന്നുണ്ടെങ്കിൽ നമുക്കതങ്ങനെ നോക്കി വരാം. എന്തായാലും നിങ്ങളെ മെസ്സേജ് നോക്കാതെ ഇരിക്കൂല. പക്ഷെ നമുക്ക് പറ്റണില്ല. ഈ കോൾ എടുത്തു കഴിഞ്ഞാൽ പിന്നെ ആ കസ്റ്റമർ ഒരു 5 മിനിറ്റ് 5 മിനിറ്റെങ്കിലും ഒരു സംസാരിക്കും. അത് വേണം ഇത് വേണം അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞിട്ട് അപ്പോൾ ആ 5 മിനിറ്റ് പോവുകയാണ്. അപ്പോൾ ആ 5 മിനിറ്റിൽ നമുക്ക് ഇവിടെ 2-3 മിനിറ്റ് കൊണ്ട് ഒരു കസ്റ്റമറെ ഓർഡർ എടുക്കാൻ പറ്റുന്നുണ്ടെന്നുണ്ടെങ്കിൽ അതല്ലേ വേഗം. പിന്നെ ആ കസ്റ്റമറുടെ അടുത്തേക്ക് ചെല്ലുന്ന സമയത്ത് അവർക്ക് ആ ഫോട്ടോ വേണം, ഈ ഫോട്ടോ വേണം, നിർത്തിയ ഫോട്ടോ വേണം, സൈഡ് ഫോട്ടോ വേണം. കഴിയുന്നതും നമ്മൾ തരുന്നുണ്ട്. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ നേരിട്ട് കണ്ടിട്ട് എടുക്കുകയല്ല. പിന്നെ അതുകൊണ്ട് ആണ് നമ്മൾ ഫോട്ടോസും സെൻഡ് ചെയ്ത് തരുന്നുണ്ട്. പക്ഷേ പിന്നെ ഒക്കെ കഴിഞ്ഞതിന് ശേഷം ചില കസ്റ്റമർ പറയും, ചില കസ്റ്റമർ അടുത്ത് 1/2 മണിക്കൂർ 20 മിനിറ്റൊക്കെ നമ്മൾ വെയിറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ആലോചിച്ച് നോക്കി, നിങ്ങൾക്കുള്ള അതേ സമയം തന്നെയാണ് നമുക്കുള്ളത്. പക്ഷെ നമ്മൾ ഈ 2 ഫോണിലും ഇതായത് കാരണം നമ്മൾ ഹോസ്പിറ്റൽ കേസ് കാര്യങ്ങളൊക്കെ അങ്ങനെ അങ്ങോട്ട് പോകുകയാണെന്നുണ്ടെങ്കിൽ വേറെ എവിടേക്ക് പോവുകയാണെങ്കിലും ഈ 2-3 ഫോണും ഒപ്പം റിങ് ചെയ്യും. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഓർഡർ എടുക്കുക, അതാണ് നമ്മൾ കോൾ ചെയ്യരുത് എന്ന് പറയുന്നത്. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ വെബ് ചെയ്തതാണ്, സെയിം വാട്സപ്പിൽ തന്നെ സമയം വെബ് ചെയ്തതാണ്. അപ്പോൾ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇൻ്റെ ഫോണിലെല്ലാം അടിക്കുള്ളൂ എന്ന് വിചാരിച്ച് ഓല ഫോണായിട്ട് ഡോക്ടറെ അടുത്ത് നിൽക്കുന്ന സമയത്തോ അല്ലെങ്കിൽ വേറെ എവിടെയെങ്കിലും നിൽക്കുന്ന സമയത്ത് ഇത് റിങ് ചെയ്യാണ്. കാരണം ഒരു പെട്ടെന്ന് ഓർമ്മ ഉണ്ടാവില്ല. കാരണം ഇത് 3 ഫോണിക്ക് വെബ് ചെയ്തിട്ടാണ് നമ്മൾ ഈ വാട്സപ്പ് കാരണം എനിക്കിതിപ്പോൾ സൈലൻ്റ് ആക്കി വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ എനിക്ക് കുഴപ്പമില്ല. പക്ഷെ അവർക്ക് സൈലൻ്റ് അവർ യൂസ് ചെയ്യുന്ന നമ്പറല്ലേ, അവർക്ക് പല കോളുകളും വരാനുള്ളതല്ലേ. അപ്പോൾ അതുകൊണ്ട് വെബ് ചെയ്തതാണ്. നിങ്ങൾ ഈ വാട്സപ്പ് കോൾ ചെയ്യുമ്പോൾ ഒരുപാട് ബുദ്ധിമുട്ടാണ്. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ അവർക്കും ഓർഡർ എടുക്കാൻ പറ്റില്ല, അവർക്കും ഇത് ചെയ്യാൻ പറ്റില്ല, ഒന്നും പറ്റില്ല. കാരണം എന്നാൽ തന്നെ ഒരുപാട് പെൻഡിങ്ങിൽ കിടക്കുകയാണ്. അതുകൊണ്ടാണ്. അല്ലാതെ ജാട കൂടി ഓൾക്ക് അഹങ്കാരം കൂടി ഓൾക്ക് അതാണ് ഇതാണ്. പക്ഷേ നമ്മളെ അവസ്ഥ എന്താണെന്നുള്ളത് നമുക്കേ അറിയാൻ പറ്റുള്ളൂ. അപ്പോൾ ഇന്നലെ ഇന്നലെ 3 മണിക്ക് ശേഷം വന്ന കസ്റ്റമർക്ക് അറിയാം. ഇന്നലെ 3 മണി മുതൽ 8-9 മണി വരെ ഇവിടെ 8:30 വരെ ഇവിടെ ഒറ്റയ്ക്കായിരുന്നു. അപ്പോൾ നമ്മൾ ഇവിടെ വെക്കാൻ സ്ഥലമില്ലാത്തതുകൊണ്ട് ഡ്രസ്സിങ് റൂമിൽ കുറേ ഡ്രസ്സ് ഇട്ടിട്ട് പോയിട്ടുണ്ടായിരുന്നു. അതൊക്കെ ഞാൻ വന്നപ്പോൾ തന്നെ ഒക്കെ ലെവലാക്കി തന്നിട്ടുണ്ട് എനിക്ക്. കാരണം നമ്മൾ റേറ്റ് ഇടാതെ വെച്ച സാധനങ്ങളായിരുന്നു. അതിൽ ഒരാൾ എടുത്തു, പിന്നെ അതിന് പിന്നാലെ ബാക്കിയുള്ളവരും കയറി എടുക്കൽ തുടങ്ങിയായിരുന്നു.
കാരണം ഇവനെ കൊണ്ട് മാനേജ് ചെയ്യാൻ പറ്റില്ല. പിന്നെ നമ്മളതൊക്കെ നമ്മൾ തന്നെ ഒക്കെ റെഡിയാക്കണം. നമുക്ക് ഏതൊരാളെ വെച്ച് കഴിഞ്ഞാലും ഒരു 5 മണിയായാൽ അവർ പോകും. നമുക്ക് കൂടുതൽ കസ്റ്റമർ വരിക രാത്രിയാണ്. 5 മണി തൊട്ട് 9 മണി വരെയാണ് നമുക്ക് കസ്റ്റമർ വരിക. പകൽ ഈ സമയത്തൊന്നും നമുക്ക് കസ്റ്റമർ അങ്ങനെ വരില്ല. അപ്പോൾ ഈ സമയത്ത് വേഗം ഇനി ഒരു 12 മണി കഴിഞ്ഞാൽ വരൽ തുടങ്ങും കേട്ടോ. അപ്പം നമ്മൾ വേഗം അതാ ഇന്ത്യൻ ഗ്യാസ് നോക്കവിടെ വണ്ടി നിർത്തുണ്ടോക്ക് ഗ്യാസ് കഴിഞ്ഞുക്കണോ. എന്നാൽ പിന്നെ മലപ്പുറത്തേക്ക് പോകണ്ട, വിളിച്ചാൽ മതി. അപ്പോൾ അതുകൊണ്ടാണ് പറയണത്. അപ്പോൾ അല്ലാതെ നിങ്ങളോട് ദേഷ്യം ഉണ്ടായിട്ട് ഇതൊന്നുമല്ല. അപ്പോൾ പിന്നെ അതൊക്കെ നമ്മൾ മടക്കി വെച്ച് ഞങ്ങൾ ഇന്നലെ പോകണത് 2 മണിക്കാണ് കേട്ടോ. ഇന്ന് ഇവിടെ ഇരിക്കണ കാരണം എന്താ, 2 മണിക്ക് പോയിട്ട് പിന്നെ രാവിലെ നീക്കാനും ട്യൂഷന് പോകാനും അറിഞ്ഞില്ല. അപ്പോൾ അത് കാരണമാണ്. കാരണം അപ്പോൾ നമുക്ക് കുറച്ച് ഒരു 8-9 മണിയൊക്കെ ആകുമ്പോഴത്തേന് പോകാൻ പറ്റണ വിധത്തിൽ ആയാലും സുഖമായിരുന്നു. അപ്പോൾ കോൾ ചെയ്യണീന് ആരോടും ദേഷ്യം ഉണ്ടായിട്ടല്ല പറയണത്. 3 ഫോണിലാണ്, ഇപ്പോൾ ഹോസ്പിറ്റലിലാണ്. അപ്പോൾ ഹോസ്പിറ്റലിൽ ആ ഫോണൊക്കെ ആണെങ്കിലും കോൾ ചെല്ലും. അപ്പോൾ അതുകൊണ്ട് ദയവ് ചെയ്ത് നിങ്ങൾ എന്ത് ചെയ്യരുത്, കോൾ ചെയ്യരുത്. ഇപ്പം ഇന്ന് ഞങ്ങൾ 2 മാത്രമേ ഉള്ളൂ. നിങ്ങൾ എത്ര മെസ്സേജ് അയച്ചോളൂ. മെസ്സേജ് അയച്ചിട്ട് ഞാൻ ഇന്നിപ്പോൾ ഞാൻ സാധനമൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഞാൻ ഇന്നലെ ഇവിടെ ഉണ്ടായിരുന്നില്ല, മിഞ്ഞാന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ അതുകൊണ്ടാണ് ഇന്നിപ്പോൾ ഞാൻ ഓർഡർ എങ്ങനെയെങ്കിലും നിങ്ങൾക്ക് ആണെന്നുണ്ടെങ്കിൽ DTDC വഴിയോ പോസ്റ്റോ എങ്ങനെയാ വെച്ചാൽ ഞാൻ അയക്കാൻ ഇന്നിവിടെ ഉണ്ട്. പക്ഷേ ദയവ് ചെയ്ത് നിങ്ങൾ കോൾ ചെയ്യരുത്.